ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസിൻ്റെ വകഭേദങ്ങളാണ്. ഒന്നാമത്തത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, രണ്ടാമതായി പറയുക പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, മൂന്നാമത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, നാലാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ നാലെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിൽ തുടങ്ങാം, ഉദാഹരണങ്ങൾ നോക്കി തുടങ്ങാം. ഓക്കെ, എന്നാൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ്ഡ് യു, ലവ്ഡ് ഈടി വന്നില്ല ഇവിടെ. നേരത്തെ ഐ ലവ് യു എന്നായിരുന്നുള്ളൂ, സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ ലവ്ഡ് എന്ന് വന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചു. മനസ്സിലായോ? ലവ്ഡ് എന്ന് വന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. ഐ വിൽ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കും. വില്ല് വന്നില്ലേ, അവിടെ ഡി ഉണ്ടാവില്ല, അതൊരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഐ വിൽ ലവ് യു, ഭാവി കാലത്തേക്കുള്ള. ഞാൻ നിന്നെ സ്നേഹിക്കും. ഇങ്ങനെയൊക്കെ വരുന്നില്ലേ? ഇനി നമുക്ക് അടുത്തൊരു വേറൊരു എക്സാമ്പിൾ, ഒരാളുടെ പേര് വെച്ച് നോക്കാം. സീത ലവ്സ് രാമ. സീത ലവ്സ് രാമ. സീത രാമനെ പ്രേമിക്കുന്നു. സീത രാമനെ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ സീത രാമനെ സ്നേഹിക്കുന്നു. അങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ അതിൻ്റെ അകത്ത് സീത ആരാ? സീത ലവ്സ് രാമ പറഞ്ഞല്ലോ. അപ്പോൾ സീത ആരാ? സീത കർത്താവാണ്. കർത്താവിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറയുക? സബ്ജക്റ്റ്. കർത്താവ് ആരാണ്? സീത. വേർബ് എന്ന് വെച്ചാൽ എന്താ? ക്രിയ. ക്രിയ ആരാ ഇതിൽ? സീത ലവ്സ് രാമയിൽ ലവ്സ് എന്ന് പറയുന്നതാണ് ക്രിയ. ഇനി ഒബ്ജക്റ്റ്, ആരെയാണോ പ്രേമിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് വരിക. ഓക്കെ, ആരെയാണോ പ്രേമിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? കർമ്മം. ഓക്കെ, അപ്പോൾ സീത ലവ്സ് രാമ എന്താ അങ്ങനെ വരിക? സീത ആരാണ്? കർത്താവ്, ലവ്സ് ക്രിയ, രാമൻ കർമ്മം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ശൂർപ്പണങ്ക ലവ്സ് രാമ. ശൂർപ്പണങ്ക ആരാ? അപ്പോൾ ഇതിൽ ശൂർപ്പണങ്ക സബ്ജക്റ്റ്, ലവ്സ് ആരാ? ക്രിയ അല്ലേ, വേർബാണ്. രാമ ആരാ? ഒബ്ജക്റ്റ്. ഓക്കെ, ശൂർപ്പണങ്ക രാമനെ പ്രേമിക്കുന്നു, അതുകൊണ്ടാണ് രാമൻ ഒബ്ജക്റ്റ് ആയത്. ഓക്കെ, നോക്കൂ, മലയാളത്തിൽ എങ്ങനെയാണ് നമ്മൾ ഏതൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യുക? മലയാളത്തിൽ എങ്ങനെയാണ് പറയുക? സീത രാമനെ പ്രേമിക്കുന്നു അല്ലേ വരുന്നത്? അപ്പോൾ സീത രാമനെ പ്രേമിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ്? സീത ഫസ്റ്റ് ആരാണ്? കർത്താവ്. രാമൻ കർമ്മം. ക്രിയ ആരാണ്? വെർബ്. സീത രാമനെ പ്രേമിക്കുന്നു. അങ്ങനെ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയാണ്, സീത രാമനെ പ്രേമിക്കുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വരിക? സീത രാമ ലവ്സ് എന്നാവില്ലേ വരുന്നത്? അപ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരേണ്ടത്? ആദ്യം കർത്താവ്, പിന്നെ ക്രിയ, പിന്നെ കർമ്മം, അങ്ങനെയാണ് വരിക. അങ്ങനെ വരിക സീത ലവ്സ് രാമ. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്ന പോലെ അതേപടി ഇംഗ്ലീഷിലേക്ക് വരില്ല. ഇംഗ്ലീഷിൽ വേറെ രൂപത്തിലാണ് വരുന്നത്. നോക്കൂ, കർത്താവ്, ക്രിയ, കർമ്മം എന്ന രൂപത്തിലാണ് വരിക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, സീത രാമനെ പ്രേമിക്കുന്നു, അതൊന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണ്? സീത രാമ ലവ്സ് എന്നാവില്ലേ വരുന്നത്? അത് ശരിയല്ല. അതുകൊണ്ട് എങ്ങനെയാണ് പറയേണ്ടത്? സീത കർത്താവ്, എന്നിട്ട് ക്രിയ വരണം, എന്നിട്ട് കർമ്മം വരണം. സീത ലവ്സ് രാമ. സീത ലവ്സ് രാമ. അപ്പോൾ ലവ്സിൻ്റെ കൂടെ അവിടെ ഒരു എസ് വന്നിട്ടില്ല. ആ എസ് വന്നത് അങ്ങ് ചുമ്മാ വന്നതാണോ? അല്ല, അതിന് പ്രത്യേകത ഉണ്ട്. എന്താണ് നോക്കാം നമുക്ക്. നമ്മളൊരു സാമാന്യ വർത്തമാന കാലത്ത് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയാം? ആ സാമാന്യ വർത്തമാന കാലത്ത് പറയുന്നതിൻ്റെ പേരാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ലളിതമായ വർത്തമാന കാലത്ത് പറയുന്നതിനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഏത് ടെൻസ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ലളിതമായ വർത്തമാന കാലത്ത് പറയുന്നതിനാണ് കേട്ടോ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ടെൻസിൽ കർത്താവ് എപ്പോഴൊക്കെ ഒരാളാകുന്നു, ഒരാളെന്ന് വെച്ചാൽ സിംഗുലർ ആകുന്നു, ഏകവചനമാകുന്നു, അപ്പോഴൊക്കെ ക്രിയയുടെ കൂടെ എസ് ചേർക്കണം. ഓക്കെ, എസ് ലവ്സ് എന്ന് വരും. ക്രിയ ആരാ ഇവിടെ? ലവ്. ലവിൻ്റെ കൂടെ എസ് ചേർക്കണം. ഒരാളാണെങ്കിൽ കർത്താവ് ആരാ ഇവിടെ? സീത. സീത ഒരാളാണെങ്കിൽ ക്രിയയോടൊപ്പം എസ് ചേർക്കണം. ഓക്കെ, ഇനിയിപ്പം സീതയും ശൂർപ്പണയും ഒക്കെ ഓരോ ആളല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എസ് ചേർത്തത്. ഇനി നോക്കൂ, ഈ ശൂർപ്പണങ്കയും സീതയും രണ്ടുപേരും ഒരുമിച്ച് രാമനെ പ്രേമിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുക?
സീത ആൻഡ് ശൂർപ്പണഖ ലവ് രാമ. അപ്പം ഇവിടെ ലവിൻ്റെ കൂടെ എന്തില്ല? എസ് ഇല്ല. അതെന്തുകൊണ്ട്? കർത്താവ് ഇവിടെ ബഹുവചനമാണ്, പ്ലൂറലാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്രിയയോടൊപ്പം എസ് ചേർക്കാത്തത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അതായത് കർത്താവ് ഒരാളാണെങ്കിൽ എസ് ചേർക്കണം, ക്രിയയോടൊപ്പം എസ് ചേർക്കണം. കർത്താവ് ഏകവചനമാണെങ്കിൽ ക്രിയയോടൊപ്പം എസ് ചേർക്കുന്നു. കർത്താവ് ഒന്നിൽ കൂടുതലാണെങ്കിൽ എസ് ചേർക്കുന്നില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ക്രൈസ്റ്റ് ലവ്സ് ഓൾ. ക്രൈസ്റ്റ് ആരാണ്? ക്രിസ്തു. ക്രിസ്തു എന്താണ്? ഏകവചനമാണ്. ക്രിസ്തു ഏകവചനമായതുകൊണ്ട് തന്നെ എന്താ അവിടെ ലവിൻ്റെ കൂടെ ക്രിയയോടൊപ്പം എസ് ചേർന്നു. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. ക്രൈസ്റ്റ് ലവ്സ് ഓൾ. ഓക്കെ, അടുത്ത നോക്കൂ. ക്രൈസ്റ്റ് ആൻഡ് ഡിസൈപ്പിൾസ് ലവ് ഓൾ. രണ്ട് പേരില്ലേ അവിടെ? ക്രൈസ്റ്റും ഉണ്ട്, ശിഷ്യന്മാരും ഉണ്ട് അല്ലേ? ആ ബഹുവചനമാണ്. ക്രിസ്തുവും ശിഷ്യന്മാരും എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പം ലവിൻ്റെ കൂടെ എസ് വേണോ? വേണ്ട. ഇനി ദേ ലവ് ഓൾ. അവർ കുറച്ച് പേരുണ്ട് അല്ലേ? അപ്പോൾ അവർ എന്താണ്? പ്ലൂരലാണ്. അപ്പം അങ്ങനെ അവർ എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ? ക്രിയയോടൊപ്പം എസ് വേണ്ട. അടുത്ത എക്സാമ്പിൾ നോക്കൂ. വി ലവ് ഓൾ. വി എന്താണ്? ബഹുവചനമാണ്. നമ്മൾ കുറേ ആൾക്കാരുണ്ട്, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. വി ലവ് ഓൾ. ഇത്രയും മനസ്സിലായോ? ഇനി നോക്കാം ഒരു എക്സാമ്പിൾ. ഐ ലവ് ഓൾ. ഐ നമ്മളെന്താ? ഐ ഒരാളല്ലേ, എന്നിട്ട് അവിടെ ലവിൻ്റെ കൂടെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മളെന്ത് ലവ്സ് യു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കാരണം ഐ ഒരാൾ മാത്രമാണെങ്കിലും ക്രിയയോടൊപ്പം എസ് ഇല്ല. കാരണം എന്താ? ഐ ഒരു ബഹുവചനമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഐക്ക് സ്പെഷ്യൽ കേസ് എപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഐ നമ്മൾ പ്രത്യേകം പഠിക്കണം. ഐ നമ്മൾ സ്പെഷ്യൽ ഒരു കേസായിട്ടാണ് കണക്കാക്കുന്നത്. നോക്കാം. ഐ ഒരാളാണെങ്കിലും ക്രിയയോടൊപ്പം എന്തില്ല? എസ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഐ ലവ് യു. ഐ ഒരാളല്ലേ, എന്നിട്ട് ലവിൻ്റെ കൂടെ എസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഐ ഒരു പ്ലൂറലായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഇപ്പം രാമൻ ഒരു മാനിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടം നിങ്ങൾ ഇപ്പോൾ കാണുന്നെന്ന് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? രാമൻ റൺസ്. രാമൻ ഓടുന്നു. ഓക്കെ, ഇതവിടെ വെക്കുക. ഇനി നോക്കൂ. പക്ഷെ രാമൻ മാനിന് പിന്നാലെ ഒന്ന് ഓടി നിർത്തുകയല്ല ചെയ്യുന്നത്. രാമൻ മാനിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയെന്ന് വിചാരിക്കുക. ഓടിക്കൊണ്ടിരിക്കുമെന്ന് വെക്കുക. രാമൻ്റെ ഓട്ടം അല്പം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ? ഈ തുടർച്ച കാട്ടാനാണ് നാം എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ രാമൻ്റെ ഓട്ടം കുറച്ച് അല്പനേരത്തേക്ക് തുടരുന്നുണ്ട് അല്ലേ? ആ തുടർച്ച കാട്ടാനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. രാമൻ ഈസ് റണ്ണിങ്. രാമൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ അതിനുള്ള വ്യത്യാസം കണ്ടില്ലേ? എന്താ? ആദ്യത്തിൽ രാമൻ ഓടുന്നു, രണ്ടാമത്തേതിലോ രാമൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ കൊണ്ടിരിക്കുന്നു ആണ് ഇവിടെ പ്രധാനം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഇപ്പം മനസ്സിലായോ? വർത്തമാനകാലത്തിൽ ഒരു സാമാന്യ വിവരം പറയുന്നതിന് നമ്മളെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക രാമൻ ഓടുന്നു. അപ്പോൾ അങ്ങനെ അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ രാമൻ റൺസ്. ഇനി അല്പം കൂടി കാലദൈർഘ്യമുള്ളതാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏതാ പറയേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. രാമൻ ഈസ് റണ്ണിങ്. രാമൻ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? രാമന് ശേഷം അവിടെ ഈസ് വന്നു അല്ലേ? ഈ രാമൻ ആരാണ്? കർത്താവ്. ഈ കർത്താവിൻ്റെ ശേഷം ഈസ് എന്നൊരു വേർഡ് വന്നില്ലേ? അതെങ്ങനെയാണ്? അതിന് ശേഷം റണ്ണിൻ്റെ കൂടെ ഒരു INGയും കൂടെ വന്നു. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിൽ രാമൻ ഒരാളായത് കൊണ്ടാണ് അവിടെ ഈസ് വന്നത്. അടുത്ത് നോക്കും. അതിന് നമ്മൾ ഓക്സിലറി വെർബ് എന്നൊക്കെ പറയും. നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ രൂപം മാത്രം പറഞ്ഞിട്ട് പോകും. രാമൻ ഒരാളായതുകൊണ്ട് ഈസ് വന്നു.
ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ കൂടെ എന്ത് വേണം? ING കൂടെ വേണം. ഓക്കെ, അതുകൊണ്ടാണ് രാമൻ ഈസ് റണ്ണിങ്. രാമൻ അതിൻ്റെ ശേഷം ഈസ് വന്നു, ഒരാളായതുകൊണ്ട്, ഏകവചനമായതുകൊണ്ട്. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി വെർബിൻ്റെ കൂടെ ING കൂടെ ചേർക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സീത ആൻഡ് രാമ ആർ റണ്ണിങ്. സീതയും രാമയും ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിവിടെ 2 പേരില്ലേ? 2 പേരാകുമ്പോൾ എന്താ? ബഹുവചനം, ഒന്നിൽ കൂടുതൽ ആളില്ലേ? അപ്പോൾ എന്താ? അതുകൊണ്ടാണ് ഇവർ 2 കർത്താവില്ലേ, ഇവർ രാമനും സീതയും എന്ന് പറയുന്നത്. അവരിന് ശേഷം 6 വന്നത്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ടാണ് അവിടെ 6 വന്നത്. ഓക്കെ, ഇനി പഴയതുപോലെ തന്നെ വെർബിൻ്റെ കൂടെ ING ചേർക്കണം. ഓക്കെ, ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ കൂടെ ING ചേർക്കണം. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇനി പെട്ടെന്ന് മനസ്സിലാവും. ഹീ ഈസ് ടോക്കിംഗ്. ഹീ ഈസ് ടോക്കിംഗ്. ഹീ ആണ് ആരാണ്? സിംഗുലറാണ്, ഏകവചനമാണ് അല്ലേ? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ, നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാം ഹീ ഈസ് ടോക്കിംഗ്. അവൻ എന്താണ്? ഏകവചനമാണ്, അതുകൊണ്ടാണ് ഈസ് വന്നത്. ഇനി ദേ, നമ്മളെ ക്ലാസ്സിൽ വേറെയും കുട്ടികളുണ്ട്. ആ കുട്ടികളെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുക, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാം ദേ ആർ ടോക്കിംഗ്. എന്തുകൊണ്ട് വന്നു? ദേ. ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരലാണ്, ബഹുവചനമാണ്, അതുകൊണ്ടാണ് 6 വന്നത്. ദേ ആർ ടോക്കിംഗ്. ഓക്കെ, ഇനി അടുത്തൊരു കേസ് നോക്കാം നമുക്ക്. അടുത്ത് നമുക്ക് ഐനെ നോക്കാം. ഐയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്? ഐ ലവ് യു അല്ലേ? ഐ എന്ന് പറയുന്നത് ബഹുവചനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ ബഹുവചനമോ അല്ല, ഏകവചനമോ അല്ല, 2 പേരും അല്ല. ഐ ഒരു സ്പെഷ്യൽ കേസായിട്ടാണ് ഇവിടെയും കണക്കാക്കുന്നത്. എന്താണ്? ഇവിടെ ഐ ആണല്ലോ കർത്താവ്. അതായി കർത്താവാണെങ്കിലും ഈസും ആറും എന്ന് ചേർക്കേണ്ടതില്ല. അതിന് പകരം എന്താണ് ചേർക്കേണ്ടത്? ഐ ആം ടോക്കിംഗ്. ആം എന്നാണ് ചേർക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ വിവരക്കേടാണ് എങ്ങനെ പറയുന്നത്? ഐ ഈസ് ടോക്കിംഗ്, ഐ ആർ ടോക്കിംഗ്. അങ്ങനെ ഒരിക്കലും വരില്ല. ഓക്കെ, അതിന് ശേഷം എന്താ? ഐക്ക് ശേഷം എന്താ വരിക? ആം. ആം എന്ന് മാത്രമേ വരൂ. ഓക്കെ, ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? അപ്പം കർത്താവ് ഏകവചനമാണെങ്കിൽ നമ്മൾ എന്താണ്? ഈസ് എന്നും, ബഹുവചനമാണെങ്കിൽ ആർ എന്നും ഉപയോഗിക്കുന്നു അല്ലേ? ഐ ആണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? ആം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നോക്ക്. ദ പോലീസ് മാൻ ബീറ്റ്സ് ദ തീഫ്. ദ പോലീസ് മാൻ ബീറ്റ്സ് ദ തീഫ്. ഈ മാൻ അല്ലേ വന്നത്? ആ പോലീസുകാരൻ ആ കള്ളനെ തല്ലുന്നു. ആ പോലീസുകാരൻ മാൻ അല്ലേ വന്നത്? മാൻ എന്താണ്? ഏകവചനമാണ് അല്ലേ? അപ്പോൾ എന്താണ്? ആ പോലീസുകാരൻ ആ കള്ളനെ തല്ലുന്നു. അതുകൊണ്ട് ഈ വെർബിൻ്റെ കൂടെ എന്ത് വന്നു? എസ് വന്നു അല്ലേ? ഒരാളാണ്, അതുകൊണ്ട് വെർബിൻ്റെ കൂടെ എസ് വന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ്മാൻ ആ കള്ളനെ തല്ലുന്നു. അപ്പോൾ ദ പോലീസ് മാൻ ബീറ്റ്സ് ദ തീഫ്. ഇനി ആ പോലീസുകാർ കുറച്ച് പേരുണ്ട്, അവർ ആ കള്ളനെ തല്ലുന്നു. എങ്ങനെയാണ് പറയുക? ദ പോലീസ്മെൻ ബീറ്റ് ദ തീഫ്. അവിടെ വെർബിൻ്റെ കൂടെ എന്തില്ല? എസ് ഇല്ല. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാണ് പറയുന്നത്? ദ പോലീസ്മാൻ ബീറ്റ് ദ തീഫ്. ഓക്കെ, അടുത്ത നോക്കൂ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് വരിക? ദ പോലീസ് മാൻ ഈസ് ബീറ്റിംഗ് ദ തീഫ്. ആ പോലീസുകാരൻ ആ കള്ളനെ തല്ലിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് നേരത്തെ തല്ലുന്നു എന്ന് മാത്രമല്ല, ഇവിടെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്? ദ പോലീസ് മാൻ ഈസ് ബീറ്റിംഗ് ദ തീഫ്. മാൻ വന്നതുകൊണ്ടാണ് അവിടെ ഈസ് വന്നത്. ഓക്കെ, പിന്നെന്ത് വേണം? വെർബിൻ്റെ കൂടെ INGയും കൂടെ ചേർക്കണം. ഇത്ര മനസ്സിലായോ? അടുത്ത നോക്കൂ. ദ പോലീസ് മെൻ ആർ ബീറ്റിംഗ് ദ തീഫ്. ദ പോലീസ് മെൻ ആർ ബീറ്റിംഗ് ദ തീഫ്. ആ പോലീസുകാർ ആ കള്ളനെ തല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അത് കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് അധികം പോലീസുകാരുണ്ട്, ആ കള്ളനെ തല്ലിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മെന്ന് വന്നത്. ദ പോലീസ് മെൻ വന്നതുകൊണ്ടാണ് അവിടെ 6 വന്നത്. പിന്നെന്താണ്? വെർബിൻ്റെ കൂടെ INGയും കൂടെ വേണം. ദ പോലീസ് മെൻ ആർ ബീറ്റിംഗ് ദ തീഫ്. ഓക്കെ, അടുത്ത നോക്കുക എക്സാമ്പിൾ.
അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞു? സിമ്പിൾ പ്രസൻറ്റ് ടെൻസും കഴിഞ്ഞു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും കഴിഞ്ഞു. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? സമ്പൂർണ്ണ വർത്തമാനകാലം. ഓക്കെ, സമ്പൂർണ്ണമായ ഒരു വർത്തമാനകാലമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സീത ഹാസ് ലവ്ഡ് രാമ. സീത ഹാസ് ലവ്ഡ് രാമ. സീത രാമനെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നും ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ? ചില സന്ദർഭങ്ങളിൽ എങ്ങനെയും കൂടി അർത്ഥം വരുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ട് എന്നും വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തും പറയാം, സ്നേഹിച്ചിട്ടുണ്ട് എന്നും വരാം. ഇവിടെ നോക്കൂ, സീത രാമനെ സ്നേഹിച്ചു എന്ന വസ്തുത ഒരു വർത്തമാനകാലത്തിൽ പറയുന്ന അവിടെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പറയുകയാണ്. ആ സീതയുടെ പ്രേമയില്ലേ പൂർണ്ണമായിരിക്കുന്നു അല്ലേ? പ്രേമിക്കുന്നുണ്ട് അല്ലെ, സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സീതയുടെ പ്രേമം പൂർണ്ണമായിരിക്കുന്നു. ആ പൂർണ്ണമായ ആ പ്രേമം ഇപ്പോഴും നിലനിൽക്കുന്നു അല്ലേ? ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്, കഴിഞ്ഞു പോയതല്ല, അതിപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് അത് വർത്തമാനകാലമാകുന്നത്. ഓക്കെ, പിന്നെ സീത ഹാസ് ലവ്ഡ് രാമ. സീത രാമനെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്താണ്? ആ സ്നേഹം പൂർണ്ണമായിരിക്കുന്നു, പക്ഷെ ആ പ്രേമം ഇപ്പോഴും എന്താണ്? നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ടെൻസിൽ വരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, സമ്പൂർണ്ണ വർത്തമാനകാലം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. മേനക ഹാസ് ആക്റ്റഡ് ഇൻ എ ഫിലിം. മേനക ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു എന്താണ്? ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും പറയുന്നതാണ്. മേനക ഹാസ് ആക്റ്റഡ് ഇൻ എ ഫിലിം. മലയാളത്തിലുള്ള ഈ അർത്ഥം മാത്രം നോക്കിയാൽ മതി. ഏതർത്ഥം? ചെയ്തിട്ടുണ്ട് എന്നർത്ഥം വരേണ്ട ഏത് കാര്യം പറയുമ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, പക്ഷെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, അടുത്ത് നോക്കൂ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കർത്താവ്. കർത്താവിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഹാസും ഹാവും വരിക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഈസും എസ്സൊക്കെ വരുന്നത്. അതുപോലെ ഇതിൽ ഹാസും ഹാവും വരുന്നുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റിൽ. അപ്പോൾ ഹാസ് അപ്പോൾ വരിക, കർത്താവ് ഒരാളാണെങ്കിൽ ഹാസും, കർത്താവ് ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഹാവ് എന്നും ഉപയോഗിക്കുന്നു. ഇത്ര മനസ്സിലായോ? ഹാവ് വരികപ്പോൾ ഒന്നിലധികം ആളുണ്ടെങ്കിൽ, ഹാസോ ഒരാളാണെങ്കിൽ. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. സീത ഹാസ് ലവ്ഡ് രാമ. സീത ഒരാളാണുള്ളൂ, അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഇനി ഹാസിന് ശേഷം വെർബ് വന്നില്ലേ, ലവ്ഡ്. ആ ലവ്ഡ് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ഓരോ ക്രിയക്കും പ്രസൻറ്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്ന് 3 വകഭേദങ്ങളുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പം ഒരു ക്രിയ എടുക്കാം, ലവ് എന്നുള്ള ക്രിയ എടുക്കാം. ലവിൻ്റെ പാസ്റ്റ് എന്താണ്? ലവ്ഡ്. ലവ് പ്രസൻറ്റിലുള്ളത്, ലവ്ഡ് എന്താണ്? പാസ്റ്റായി. അതിൻ്റെ പാർട്ടിസിപ്പിളും എന്താണ്? ലവ്ഡ് എന്ന് തന്നെയാണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കൂ. അധിക എണ്ണത്തിൻ്റെ കൂടെ ഈടി വരും. ഇപ്പോൾ ആസ്ക്ഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ്, ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റായി. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ആസ്ക്ഡ് എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കുക. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാ? ടേക്കൺ എന്ന് വരും. ഓക്കെ, ഇനി അതൊന്നും ഇപ്പം ടെൻഷൻ അടിക്കേണ്ട, അതിനെക്കുറിച്ചൊന്നും നമുക്ക് വേറെ ക്ലാസ് പഠിക്കാം. ഓക്കെ, ഇത് ഇങ്ങനെയാണ് പാർട്ടിസിപ്പിൾ എന്ന് കാണിച്ചു തന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. രാമ ആൻഡ് രാവണ ലവ്ഡ് സീത. ഇവിടെ 2 പേരില്ലേ, ഒന്ന് കൂടുതൽ ആൾക്കാരില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നത്. രാവണനും സീതയെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇത്. ഓക്കെ, അവർ 2 പേരും ഒരുമിച്ച് എന്താണ്? സ്നേഹിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണിത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. മൈ ഫ്രണ്ട് ഹാസ് ചീറ്റഡ് എ ഗേൾ. ഫ്രണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരാളല്ലേ അത്? എൻ്റെ സുഹൃത്ത് എന്താ? ഒറ്റൊരാൾ, ഏകവചനം, സിംഗുലറാണ്. ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എന്താണ്? ഒറ്റൊരാളാണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്.
പിന്നെ ചീറ്റഡ് എന്ന് വരും. ഓക്കെ, എ ഗേൾ. അടുത്ത നോക്കൂ, മൈ ഫ്രണ്ട്സ് ഹാവ് ചീറ്റഡ് എ ഗേൾ. ഫ്രണ്ട്സ് എന്താ? സുഹൃത്തുക്കൾ. എൻ്റെ സുഹൃത്തുക്കൾ. എന്താ സുഹൃത്തുക്കൾ? ബഹുവചനം, പ്ലൂരലാണ്. അപ്പോൾ എന്താണ്? എൻ്റെ സുഹൃത്തുക്കൾ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ, ഐ ഹാവ് സേവ്ഡ് എ ഗേൾ. ഐ എന്താണ്? ഐ ഒരു സ്പെഷ്യൽ കേസാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഐ എന്താണ്? ഹാവ് ആണ് വരിക. ഐൻ്റെ കൂടെ ഹാവ് ആണ് വരിക. അപ്പോൾ ഐ ഹാവ് സേവ്ഡ് എ ഗേൾ. ഞാനൊരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. വി എന്താണ്? പ്ലൂരലാണ്, ബഹുവചനമാണ്. അതുകൊണ്ടാണ് ഹാവ് വന്നത്. വി ഹാവ് സേവ്ഡ് എ ഗേൾ. നമ്മൾ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. ദേ, അവർ എന്ന് പറയുന്നത് എന്താണ്? ബഹുവചനം അല്ലേ? കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. അവർ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. ദേ ഹാവ് സേവ്ഡ് എ ഗേൾ. അടുത്ത നോക്കൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വളരെ നേരം തുടർന്നു കൊണ്ടിരിക്കുന്നൊരു വർത്തമാനകാലമാണ് ഇത്. ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കാം. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. നിങ്ങളുടെ അമ്മ തുടർച്ചയായി നിങ്ങളെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു എന്ന് വെക്കുക. അപ്പം അത് പറയേണ്ടത് ഈ കാലത്താണ്. ഏത് കാലത്ത്? ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. മദർ ഹാസ് ബീൻ സ്കോൾഡിങ് മീ. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അമ്മ എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ കൊണ്ടേ എന്ന അർത്ഥമില്ല, അതാണ് ഈ ടെൻസിൽ ഉദ്ദേശിക്കുന്നത്. നിരന്തരം കൊണ്ടേയിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം. ഓക്കെ, അതായത് ഹാസ് ബീൻ എന്ന് വരും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. നിങ്ങളെ സിസ്റ്റർ എന്ത് ചെയ്യുക? രാവിലെ മുതൽ ഒരു ബുക്ക് എടുത്ത് മുന്നിൽ വെച്ചിട്ട് വായിച്ചുകൊണ്ടേയിരിക്കുന്നെന്ന് വിചാരിക്കുക. ഒരു ഇംഗ്ലീഷ് ബുക്കായിക്കോട്ടെ, ഇംഗ്ലീഷ് പാഠം ഇങ്ങനെ രാവിലെ മുതലേ വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് പറയാം? എങ്ങനെ പറയാം? സിസ്റ്റർ ഹാസ് ബീൻ റീഡിങ് ഇംഗ്ലീഷ് ലെസൺസ്. സിസ്റ്റർ ഹാസ് ബീൻ. സിസ്റ്റർ എന്താണ്? ഒരാളാണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്. സിസ്റ്റർ ഹാസ് ബീൻ റീഡിങ് ഇംഗ്ലീഷ് ലെസൺസ്. ഈ കൊണ്ടേ എന്ന് പറയുന്നത് ആരാണ്? ഈ ഹാസ് ബീൻ എന്നാണ്. സഹോദരി ഇംഗ്ലീഷ് പാഠങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുന്നു. എപ്പം മുതൽ? സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഈ ഇംഗ്ലീഷ് പാഠങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, സിസ്റ്റർ ഹാസ് ബീൻ റീഡിങ് ഇംഗ്ലീഷ് ലെസൺസ്. ഈ സിസ്റ്റർ ആരാണ്? ഒറ്റൊരാളാണ്, ഏകവചനമാണ്, സിംഗുലറാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് വന്നത്. ഓക്കെ, ഇനി എടുത്ത് നോക്കൂ. അച്ഛനും അമ്മയും തുടർച്ചയായി നിങ്ങളെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഫാദർ ആൻഡ് മദർ ഹാവ് ബീൻ സ്കോൾഡിങ് മീ. ഇവിടെ എന്താണ്? ഫാദറും ഉണ്ട് മദറും ഉണ്ട്. അപ്പോൾ എന്താണ്? പ്ലൂരലാണ്, ബഹുവചനമാണ് അല്ലേ? അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് ബീൻ എന്ന് വന്നത്. ഹാവ് എന്തുകൊണ്ട് വന്നു? പ്ലൂരലായതുകൊണ്ട്. അച്ഛനും അമ്മയും ഉണ്ട്. ഓക്കെ, അപ്പം രാവിലെ മുതലേ എന്നെ അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫാദർ ആൻഡ് മദർ ഹാവ് ബീൻ സ്കോൾഡിങ് മീ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഫാദർ ആൻഡ് മദർ ഹാവ് ബീൻ സ്കോൾഡിങ് മീ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. ഹി ആരാണ്? സിംഗുലറാണ് അല്ലേ? ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. അവൻ ഏകവചനമാണ്. അപ്പോൾ എന്താണ്? അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഓക്കെ, അവൻ വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കുന്നു. എപ്പം മുതൽ? രാവിലെ മുതലേ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറയുക? സിൻസ് മോർണിംഗ് ഹി ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. ഇനി അവർ ദേ എന്ന് പറഞ്ഞു. ദേ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഹാസോ ഹാവോ വരിക? ഹാവ് ആണ് വരിക. കാരണം എന്താണ്? അവർ പ്ലൂരലാണ്. അവർ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരൽ അല്ലേ? ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം വരിക. അവർ എന്താണ്? പ്ലൂരലാണ്, ബഹുവചനമാണ്. അതുകൊണ്ടാണ് ഹാവ് വന്നത്. അപ്പം നോക്കൂ, അവർ കൊണ്ടേയെന്ന് പറഞ്ഞു, ഹാവ് ബീൻ എന്ന് വേണം. ദേ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. അവർ വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ? അടുത്തത് ഐ ഇവിടെ എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. ഏതിൽ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓക്കെ,
എപ്പം പറയണം? ഈ സിൻസ് മോർണിംഗ് എപ്പം മുതലെന്നും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. സിൻസ് മോർണിംഗ്, അല്ലെങ്കിൽ പിന്നെ ഫാദർ ആൻഡ് മദർ ഹാവ് ബീൻ സ്കോൾഡിങ് മീ സിൻസ് ചൈൽഡ്ഹുഡ്, അങ്ങനെയൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സമ്മറി നോക്കാം. ഒന്ന് മറന്നു പോകാതിരിക്കാൻ നമ്മൾ ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ ആണെങ്കിൽ എസ് വേണം. പ്ലൂരൽ ആണെങ്കിലോ? പ്ലൂരലും ഐയും ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. ക്രിയയോടൊപ്പം നമ്മൾ എന്ത് വേണ്ട? എസ് ചേർക്കേണ്ട. മനസ്സിലായോ? ഐ ലവ് യു, അതിൻ്റെ കൂടെ ക്രിയയോടൊപ്പം എസ് ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? വി ലവ് യു, എസ് ഉണ്ടോ? പക്ഷേ സീത ലവ്സ് രാമ, സീത ഒരാളാണ്, രാമനെ പ്രേമിക്കുന്നു, അപ്പോൾ സീത ലവ്സ് രാമ എന്ന് വരും. ഓക്കെ, അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ്? കർത്താവ് ഏകവചനമാണെങ്കിൽ ഈസും, പ്ലൂരൽ ആണെങ്കിൽ ആറും, ഐ ആണെങ്കിൽ ആമും എന്നാണ് വരേണ്ടത്. പിന്നെ വെർബിൻ്റെ കൂടെ ing കൂടെ ചേർക്കണം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സിംഗുലർ ആണെങ്കിൽ എന്താ വരേണ്ടത്? ഹാസും, പ്ലൂരൽ എന്ന് വെച്ചാൽ എന്താ? ബഹുവചനമാണെങ്കിൽ ഹാവ് എന്നും, പിന്നെന്താണ്? വെർബിൻ്റെ പാർട്ടിസിപ്പിളും ചേർക്കണം. ഓക്കെ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ വരിക? ഹാസ് ബീൻ സിംഗുലർ, സിംഗുലറിന് എന്താ വരിക? ഹാസ് ബീൻ, പിന്നെ വെർബിൻ്റെ കൂടെ ing. ബഹുവചനമാണെങ്കിൽ ഹാവ് ബീനും വെർബിൻ്റെ കൂടെ ing ചേർക്കണം. ഓക്കെ, അടുത്ത കുറച്ച് എക്സസൈസ് നോക്കാം. മൈ മദർ ക്രാഡിൽസ് മീ, അതേതാ ടെൻസ്? ഒന്ന് നോക്കി നോക്ക്, ഓർത്ത് നോക്കുക ഏതാ ടെൻസ്? മൈ മദർ ക്രാഡിൽസ് മീ. എൻ്റെ അമ്മ എന്നെ തൊട്ടിലാട്ടുന്നു, ഏതാ വരിക? അമ്മ ഏകവചനമാണ്, അതുകൊണ്ട് വെർബിൻ്റെ കൂടെ എന്ത് വന്നു? എസ് വന്നു. ക്രാഡിൽസ്, എൻ്റെ അമ്മ എന്നെ തൊട്ടിലാട്ടുന്നു. ഇതേതാ വരുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതും എന്താണ്? സിംഗുലറാണ് വരുന്നത്. മദർ എന്നല്ലേ ഉള്ളൂ. അടുത്ത് നോക്കൂ, മദേഴ്സ് ക്രാഡിൽ ചിൽഡ്രൻ, അമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുന്നു. അതെന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. മദേഴ്സ് എന്ന് വന്നാൽ എന്താണ്? പ്ലൂരലാണ്, ബഹുവചനമാണ്. അതുകൊണ്ട് ക്രാഡിലിൻ്റെ കൂടെ എസ് വേണ്ട. മദേഴ്സ് ക്രാഡിൽ ചിൽഡ്രൻ. അടുത്ത് നോക്കൂ, മൈ മദർ ഈസ് ക്രാഡിലിങ് മീ, എൻ്റെ അമ്മ എന്നെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നു. ക്രാഡിലിങ് ing വന്നു, പിന്നെന്താണ്? മദർ എന്താണ്? സിംഗുലർ ആയതുകൊണ്ട് ഈസും കൂടെ വന്നു. അപ്പോൾ അതേതാ ടെൻസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അടുത്ത് നോക്കൂ, മദേഴ്സ് ആർ ക്രാഡിലിങ് ചിൽഡ്രൻ. മദേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബഹുവചനമായി, അതുകൊണ്ട് ആറ് വന്നു, പിന്നെ വെർബിൻ്റെ കൂടെ ing വന്നു, ക്രാഡിലിങ് എന്ന് വന്നു. അപ്പോൾ ഏതാ ടെൻസ്? ഇതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഓക്കെ, മദേഴ്സ് എന്ന് വന്നതുകൊണ്ടാണ് അവിടെ ആറ് വന്നത്. മദേഴ്സ് എന്താണ്? പ്ലൂരലാണ്. അടുത്ത് നോക്കൂ, മൈ മദർ ഹാസ് ക്രാഡിൽഡ് മീ. മൈ മദർ ഒരാളായതുകൊണ്ടാണ് ഹാസ് വന്നത്. പിന്നെ വെർബിൻ്റെ കൂടെ ക്രാഡിൽഡ് എന്ന് വന്നിട്ടുണ്ട്, ed വന്നിട്ടുണ്ട് അല്ലേ, പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേതാ ടെൻസ്? പറയൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ്. പിന്നെ സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് വന്നത്. എൻ്റെ അമ്മ എന്നെ ആട്ടിയിട്ടുണ്ട്, തൊട്ടിലാട്ടിയിട്ടുണ്ട് എന്ന് വരുന്നതാണ്. മദേഴ്സ് ഹാവ് ക്രാഡിൽഡ് ചിൽഡ്രൻ. മദേഴ്സ് അതെന്താണ്? പ്ലൂരലാണ്, അതുകൊണ്ടാണ് എന്ത് വന്നത്? ഹാവ് വന്നത് അല്ലേ. ഹാവും വന്നു, പിന്നെ പാർട്ടിസിപ്പിളും വന്നു, ക്രാഡിൽഡ് എന്ന് വന്നു. അപ്പോൾ ഇതേതാ ടെൻസ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടിയിട്ടുണ്ട് എന്ന് പറയാം. അടുത്ത് നോക്കൂ, മൈ മദർ ഹാസ് ബീൻ ക്രാഡിൽഡ് മീ സിൻസ് ലാസ്റ്റ് നൈറ്റ്. എൻ്റെ അമ്മ എന്നെ ഇന്നലെ രാത്രി മുതൽ തൊട്ടിലാട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതേതാ ടെൻസ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അടുത്ത നോക്കൂ, മദേഴ്സ് ഹാവ് ബീൻ ക്രാഡിലിങ് ചിൽഡ്രൻ സിൻസ് ടൈം ഇമ്മമോറിയൽ. എന്താ പറഞ്ഞത്? അമ്മമാർ കാലങ്ങളായി കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും comment below. Okay, please subscribe and support us.